ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇത് ഡിസംബർ 24 നൈറ്റാണ്. ക്രിസ്മസ് തകർക്കുവാണ് ട്രിവാൻഡ്രത്ത്. ഞങ്ങളിപ്പോൾ ഉള്ളത് പാളയത്തെ LMS ചർച്ചിന് മുന്നിലാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡെക്കറേഷൻസ് എന്നൊന്ന് നോക്കിയേ. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻസിനോടനുബന്ധിച്ച് ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഡിസംബർ 21 മുതൽ 2026 ജനുവരി 1 വരെയാണ് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ 120 അടിയിൽ പരം ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റും എടുത്ത് ഞങ്ങളും ഉള്ളിലേക്ക് നടന്നു. മനോഹരമായി തന്നെ ഇവിടെ ആകെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻട്രൻസ് വരുന്നത്. ഇവിടെ ടിക്കറ്റ് കാണിച്ച് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ദേ ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇതിനുള്ളിലൂടെയാണ് നമ്മൾ മറുവശത്തേക്ക് എത്തുന്നത്. പുൽക്കൂടുകളും ദീപാലങ്കാരങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു. ലൈറ്റിങ്സ് ഒക്കെ അതിഗംഭീരമായിരുന്നു. ഒരു രക്ഷയുമില്ല, അത്ര അടിപൊളിയായിരുന്നു ഫുള്ള് ലൈറ്റിങ്സ്. ദേ ഇതാണ് ഞങ്ങൾ പറഞ്ഞ 120 അടിയിൽ പരം ഉയരമുള്ള ക്രിസ്മസ് ട്രീ. സത്യത്തിൽ നല്ല ഉയരമുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നിയത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൂടെ ആകാമായിരുന്നു എന്നാണ്. വളരെ പ്ലെയിൻ ആയി പോയില്ലേ. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് നടന്നു. അടുത്ത് ദേ കണ്ടോ, ഒത്തിരി സാന്റമാരുണ്ട് ഇവിടെ. അതൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്തതേ ഞങ്ങളുടെ ഇത്രയും വലിയ സാന്തയെ നമ്മൾ കാണുന്നത്. ഈ സാന്തയ്ക്ക് 20 അടി ഉയരമാണുള്ളത്. ഈ നക്ഷത്രങ്ങളെ കണ്ടോ. ഇപ്രാവശ്യം ട്രിവാൻഡ്രം ഫെസ്റ്റിനോടനുബന്ധിച്ച് LMS ചർച്ച് ഒരുങ്ങിയിരിക്കുന്നത് 5000 നക്ഷത്രങ്ങളുമായിട്ടാണ്. ഇതിനു പുറമെ ഒത്തിരി സ്റ്റേജ് ഷോകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഗാനമേള നടക്കുകയായിരുന്നു. പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. ഡിസംബർ 21 മുതൽ തുടങ്ങിയ ഫെസ്റ്റ് ജാനുവരി 1 വരെയാണ് ഉണ്ടാകുക. സ്റ്റീഫൻ ദേവസിയുടെ ഗാനമേള, മജീഷ്യൻ സാമ്രാട്ടിന്റെ മാജിക് ഷോ, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഇവര് വരും ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനായി പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം എടുത്ത 100 റുപ്പീസിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ബേർഡ്സ് പാർക്കിലോട്ടാണ്. ഒത്തിരി ബേർഡ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ബേർഡ്സ് പാർക്കിന് പുറമെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, വ്യാപാര സ്റ്റോളുകൾ, ഗെയിം സോൺ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം സോൺ വരുന്നത്. ഇവിടെ ഒത്തിരി റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കായിട്ടുള്ള. കുട്ടികൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം. അടുത്തതായി നമ്മൾ കാണുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണ്. ഒത്തിരി തരത്തിലുള്ള ടോയ്സിന്റെ, ആക്സസറീസിന്റെ ഒക്കെ ഷോപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്തർ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക മെരി ക്രിസ്മസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.